ഇപ്പോൾ കുറച്ചു കാലമായി നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കലാപരിപാടിയാണ് ആരുടെ സിനിമ ഇറങ്ങിയാലും എത്ര കളക്ഷൻ കിട്ടിയാലും അത് മോഹൻലാലുമായി കമ്പയർ ചെയ്യുക എന്നത്. ഐ റിപ്പീറ്റ്, മോഹൻലാലുമായി. മോഹൻലാൽ എന്ന നടനെ വെച്ച് സംവിധാനം ചെയ്യുന്ന ഡയറക്ടേഴ്സ് കേൾക്കുന്നതിനേക്കാൾ പഴി മോഹൻലാൽ എന്ന നടൻ കേൾക്കുന്നു. ഒരാളുടെ ഒരു സിനിമ മോശമായാൽ അത് എടുത്തു പറയുന്നു, ട്രോൾ ചെയ്യപ്പെടുന്നു, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മറ്റൊരാളുടെ സിനിമ ഹിറ്റാവുമ്പോഴും എന്തിനാണ് മോഹൻലാലിനെ തേജോവധം ചെയ്യുന്നത്? ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം പ്രേംലു എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുമായി വാലിബനെ കമ്പയർ ചെയ്യുന്നു. നെസ്ലിനെയും മോഹൻലാലിനെയും കമ്പയർ ചെയ്യുന്നു. അത് ചെയ്യുന്നവർക്ക് പോലും അറിയാം മോഹൻലാൽ എന്ന പ്രതിഭാസം മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്താണെന്ന്. അതൊന്നും ഇനി മറ്റൊരാൾക്കും തൊടാൻ പറ്റാത്തതാണെന്നും അറിയാം. പലപ്പോഴും മോഹൻലാൽ സിനിമകളുടെ റിവ്യൂ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിൽ നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവാം. എന്തിനധികം ഇപ്പോൾ റിലീസായ ബ്രഹ്മയുഗം സിനിമയുടെ റിവ്യൂവിൽ പോലും ചില റിവ്യൂവേഴ്സ് റിവ്യൂ പറയുന്നതിനിടയ്ക്ക് ലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചല്ല പറയുന്നത് കണ്ടു. ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം പറയാതെ മറ്റൊരാളെ അതിലേക്ക് വലിച്ചിടുന്നത് എന്തിനാണ്? ഇത്രയ്ക്ക് ദേഷ്യം ആർക്കാണ്? എന്തിനാണ്? ഇതുപോലെ കുറ്റപ്പെടുത്തുമ്പോഴും കളിയാക്കുമ്പോഴും അത് ചെയ്യുന്നവർക്ക് പോലും അറിയാം മലയാള സിനിമയെ ഇന്ത്യൻ സിനിമകൾക്കിടയിൽ പെർഫോമൻസ് രീതിയിലും ബിസിനസ് രീതിയിലും ഉയർച്ചയിലെത്തിച്ച ഒരു നടനാണ് മോഹൻലാൽ എന്നത്. എന്നുവെച്ച് മറ്റുള്ള നടന്മാർ മോശമെന്നോ മറ്റാരുടെയും സിനിമ കളക്ഷൻ ചെയ്യുന്നില്ല എന്നുമല്ല. സിനിമയെ തന്നെ കാണുക. സിനിമാ കരിയറിൽ ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണ്. അത് എല്ലാവർക്കും സംഭവിക്കുന്നതുമാണ്. കുറച്ച് സിനിമകൾ പരാജയപ്പെട്ടതുകൊണ്ട് ആരും മോശം ആക്ടേഴ്സ് ആവുന്നില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മമ്മൂക്ക. ഒരു സമയത്ത് ഇനി മലയാള സിനിമയിൽ മമ്മൂക്ക എന്ന നടൻ ഉണ്ടാവുമോ എന്നുവരെ ക്രിറ്റിക്സ് വിലയിരുത്തി. അവിടെ നിന്നും ഇന്നത്തെ ബ്രഹ്മയുഗത്തിൽ വന്ന് മമ്മൂക്ക നിൽക്കുന്നു. ഇതുപോലെ ഒരു തിരിച്ചുവരവ് ലാലേട്ടനും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ പേര് മോഹൻലാൽ എന്നാണ്. വിമർശനങ്ങൾക്ക് പെർഫോമൻസ് കൊണ്ട് മറുപടി കൊടുത്താണ് ശീലം. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇവരുടെ പെർഫോമൻസ് കണ്ട് ഇപ്പോഴും മറ്റ് സിനിമ ഇൻഡസ്ട്രി അതിശയത്തോടും കൗതുകത്തോടും പറയുന്ന പല കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഇന്നും വാനപ്രസ്ഥവും കാലാപാനിയും ഇരുവറും സദയവും അംബേദ്കറും പൊന്തന്മാടയും മതിലുകളും എന്തിനധികം അവസാനമായി ഇറങ്ങിയ വാലിബനും ബ്രഹ്മയുഗത്തിനും വന്ന ക്രിറ്റിക്സിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും മറ്റു ഇൻഡസ്ട്രി നമ്മുടെ മലയാള സിനിമയെ ഒരു അഭിനയ പുസ്തകമായാണ് കാണുന്നത്. അതിൽ മോഹൻലാലും മമ്മൂക്കിയും അഭിനയ ചക്രവർത്തികളും. സോ പറഞ്ഞു വന്നത്, സിനിമ റിവ്യൂ ആവാം, അതുവഴി വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക. താങ്ക് യു.